നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ കുംഭം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ രാശിയുടെ അധിപനായ ശനിദേവൻ ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ ഏകദേശം 138 ദിവസത്തേക്ക് വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ശനിയുടെ വക്രഗതി എന്നാൽ ശനി പിന്നോട്ട് സഞ്ചരിക്കുന്നു എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഒരു ഗ്രഹവും പിന്നോട്ട് സഞ്ചരിക്കുന്നില്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം അവ പിന്നോട്ട് പോകുന്നതായി നമുക്ക് തോന്നുന്നതാണിത്. ഈ സമയത്ത് ഗ്രഹങ്ങൾക്ക് ശക്തി കൂടുതലായിരിക്കും. എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിൽ ശനി വക്രഗതിയിലാകാറുണ്ട്. കുംഭം രാശിക്കാരുടെ രണ്ടാമത്തെ ഭാവത്തിലാണ്, അതായത് കുടുംബം, സമ്പത്ത്, സംസാരം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവത്തിലാണ് ശനി വക്രഗതിയിലായിരിക്കുന്നത്. ബുധന്റെ നക്ഷത്രമായ രേവതിയിലാണ് ഈ മാറ്റം നടക്കുന്നത്. ഇതിന്റെ പ്രധാന ഫലങ്ങൾ നമുക്ക് നോക്കാം. ഈ കാലയളവിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണം കൈക്കലാക്കാനും അത്യാവശ്യം നല്ലൊരു തുക ഭാവി സമ്പാദ്യത്തിനായി മാറ്റിവെക്കാനും സാധിക്കുന്നതാണ്. വെറുതെ പണം കയ്യിൽ വെക്കാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം തരുന്ന ഭൂമി, വീട് തുടങ്ങിയ വസ്തുവകകളിലോ അല്ലെങ്കിൽ സ്വർണത്തിലോ ഒക്കെ നിക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയമാണിത്. ഈ സമയത്ത് നടത്തുന്ന ഇത്തരം നിക്ഷേപങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ സുരക്ഷിതത്വവും ലാഭവും നൽകും. നിലവിലുള്ള വരുമാനം മാത്രം പോരാ എന്ന് തിരിച്ചറിഞ്ഞ് അത് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ആലോചിക്കും. ഒന്നിലധികം വഴികളിലൂടെ പണം സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ തുടങ്ങുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞിനായി ഏറെക്കാലമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദമ്പതികൾക്ക് ഈ സമയത്ത് മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ അഥവാ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷം നിറയുന്ന കാലമാണിത്. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം വളരെ മികച്ച ഫലങ്ങൾ നൽകും. ഇതുകൂടാതെ ജ്യോതിഷം, ഗൂഢശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളിൽ വളരെ ആഴത്തിലുള്ള അറിവ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. വിദേശത്ത് പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തു നിന്നുള്ള ബിസിനസ് വഴി ലാഭം പ്രതീക്ഷിക്കുന്നവർക്കും ഈ കാലയളവിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ഞരമ്പുകൾ, സന്ധികൾ, കാലുകൾ, കൈകൾ, പേശികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അലർജി സംബന്ധമായ അസുഖങ്ങൾ വന്നേക്കാം. നിങ്ങളുടെ സംസാരം കാരണം സുഹൃത്തുക്കളുമായോ പ്രണയബന്ധങ്ങളിലോ കുടുംബത്തിലോ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കുക. അനാവശ്യമായി ചിന്തിച്ചു കൂട്ടുന്ന ശീലം ഈ സമയത്ത് കൂടും. ഒരു കാര്യത്തിലും പെട്ടെന്ന് തൃപ്തി ലഭിക്കില്ല. അത് വേണ്ടായിരുന്നു, ഇത് മതിയായിരുന്നു എന്ന് വെറുതെ ചിന്തിച്ച് വിഷമിക്കാൻ സാധ്യതയുണ്ട്. അല്പം വാശിയും പിടിവാശിയും വർദ്ധിച്ചേക്കാം. ലക്ഷ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകാതെ നോക്കണം. മനസ്സിലെപ്പോഴും നല്ല ചിന്തകൾ മാത്രം സൂക്ഷിക്കുക. ശനിപ്രീതിക്കായി ശനീശ്വര സ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. ദിവസവും ഹനുമാനെ ഭജിക്കുക. വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകും. കുംഭം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.